ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ ടെസ്ല കാറുകൾ ഏപ്രിൽ മുതൽ വിപണിയിലേക്കെന്ന സൂചന. പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ടെസ്ല CEO ഇലോൺ മസ്കിന്റെ നടപടികൾ. ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നതിനായി കമ്പനി മഹാരാഷ്ട്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല 13 തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ അന്വേഷിക്കുന്നത്. സർവീസ് ടെക്നീഷ്യൻ, വിവിധ ഉപദേശക തസ്തികകൾ, കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ, ഡെലിവറി ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ് എന്നിവയിലേക്കാണ് നിയമനം. ഉയർന്ന ഇറക്കുമതി തീരുവയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണമാണ് കമ്പനി രാജ്യത്ത് നിന്ന് വിട്ടുനിന്നതെന്നാണ് റിപ്പോർട്ടുകൾ. $40,000 കൂടുതൽ വിലയുള്ള ഉയർന്ന നിലവാരമുള്ള കാറുകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇന്ത്യ ഇപ്പോൾ 110% നിന്ന് 70% കുറച്ചതോടെയാണ് അനുകൂല സമീപനം. കഴിഞ്ഞ ആഴ്ച വാഷിംഗ്ടണിൽ മസ്കുമായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും മോദി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ടെസ്ലയുടെ നിലപാട് മാറ്റം. അതിനിടെ ടെസ്ല ഇന്ത്യയിൽ ഏപ്രിലോടെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തുടക്കത്തിൽ ബെർലിൻ ഫാക്ടറിയിൽ നിന്നാകും ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുക. മുംബൈയിലും ന്യൂഡൽഹിയിലും ഷോറൂമിനായി സ്ഥലങ്ങൾ കണ്ടെത്തിയെന്നും 2 ഷോറൂമുകൾക്കും ഏകദേശം 5000 ചതുരശ്ര അടി വിസ്തീർണമുണ്ടെന്നുമാണ് സൂചന. ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നതിനായി പരിഗണിക്കുന്ന സ്ഥലങ്ങളിൽ മഹാരാഷ്ട്രയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് മാറ്റിയതിനെതിരെ ഗൂഗിളിന് മുന്നറിയിപ്പുമായി മെക്സിക്കോ. US-ലെ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്ക ഉൾക്കടൽ എന്നാക്കിയ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് US-ലെ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്ക ഉൾക്കടൽ എന്നാക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചിരുന്നത്. എന്നാൽ US അതിർത്തിക്കുള്ളിലെ ഉൾക്കടലിന് മാത്രമാണ് ഈ ഉത്തരവ് ബാധകമെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ഗൂഗിളിന് കത്തയച്ചു. മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ യാതൊരു അവകാശവും ഗൂഗിളിനില്ല. 3 രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടൽ പങ്കിടുന്നത്. ഇതിൽ യാതൊരു മാറ്റത്തിനും ഞങ്ങൾ തയ്യാറല്ലെന്നും പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രസിഡന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് മെക്സിക്കോ ഉൾക്കടൽ ഇനി മുതൽ അമേരിക്ക ഉൾക്കടൽ എന്നാകും ഔദ്യോഗികമായി അറിയപ്പെടുകയെന്ന് US ആഭ്യന്തര വകുപ്പ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഗൂഗിളിന്റെ അറിയിപ്പെത്തിയത്. ഗൂഗിളിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും പേരുമാറ്റിയ നടപടി തിരുത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഊബർ ഓട്ടോയുടെ നിരക്ക് ഇനി ഡ്രൈവർമാർ നിശ്ചയിക്കും. യാത്രക്കാരെയും ഡ്രൈവർമാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാത്രമാകും ഇനി ഊബർ പ്രവർത്തിക്കുക. ഇനി മുതൽ ഊബർ യാത്രയുടെ അന്തിമ നിരക്ക് നിശ്ചയിക്കുക ആപ്പിലൂടെ ആയിരിക്കില്ലെന്ന് ഊബർ അറിയിച്ചു. യാത്രയ്ക്കുള്ള നിരക്ക് നിർദ്ദേശിക്കുമെങ്കിലും ഡ്രൈവറും യാത്രക്കാരും തമ്മിലുള്ള ചർച്ചയിലൂടെയേ ഇത് അന്തിമമാകൂവെന്നാണ് അറിയിപ്പിലുള്ളത്. ക്യാഷ് ഓൺലി മോഡിൽ യാത്ര ചെയ്താലും UPI വഴി നേരിട്ട് ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകാൻ സാധിക്കും. റൈഡുകളുടെ കൃത്യമായ നിർവഹണം, ഗുണനിലവാരം തുടങ്ങിയ കാര്യങ്ങളിൽ കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്നും ഡ്രൈവർ റൈഡ് റദ്ദാക്കുകയോ യാത്രയ്ക്ക് വിസമ്മതിക്കുകയോ ചെയ്താൽ ഇതിന് കമ്പനി ബാധ്യസ്ഥരായിരിക്കില്ലെന്നും നിബന്ധനകളിൽ പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി സബ്സ്ക്രിപ്ഷൻ അധിഷ്ഠിത പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഊബർ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിരുന്നു. ചെന്നൈ, കൊച്ചി, വിശാഖപട്ടണം തുടങ്ങി 6 നഗരങ്ങളിലാണ് ഊബർ പദ്ധതി ആരംഭിച്ചത്. ഊബർ, ഓല തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഈടാക്കുന്ന കമ്മീഷന്റെ പേരിൽ നേരത്തെ നിരവധി തവണ ഡ്രൈവർമാർ പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഐഫോൺ ഘടക നിർമ്മാതാക്കളായ മുറാത്ത മാനുഫാക്ചറിംഗ്. ഇന്ത്യയിലെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത തിരിച്ചറിഞ്ഞാണ് നീക്കമെന്ന് കമ്പനി അറിയിച്ചു. ജപ്പാനിലെ ക്യോട്ടോ ആസ്ഥാനമായുള്ള മൾട്ടി ലെയർ സെറാമിക് കപ്പാസിറ്ററുകളുടെ നിർമ്മാതാക്കളാണ് മുറാത്ത. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകത തിരിച്ചറിഞ്ഞാണ് കമ്പനി ഇവിടെ നിക്ഷേപം വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നതെന്ന് പ്രസിഡന്റ് നോറിയോ നക്കാജിമ പറഞ്ഞു. ആപ്പിൾ ഇൻകോർപ്പറേറ്റഡ്, സാംസങ് ഇലക്ട്രോണിക്സ് കമ്പനി സ്മാർട്ട് ഫോണുകൾ മുതൽ എൻവിഡിയ കോർപ്പറേഷൻ സെർവറുകൾ, സോണി ഗ്രൂപ്പ് കോർപ്പറേഷൻ ഗെയിം കൺസോളുകൾ വരെയുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിലും മുറാത്തയുടെ ഉൽപ്പന്നങ്ങൾ കാണപ്പെടുന്നു. വൈദ്യുത ഘടകങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം നിയന്ത്രിക്കുന്ന കപ്പാസിറ്ററുകളുടെ ലോകത്തിലെ മുൻനിര വിതരണക്കാരുമാണ് മുറാത്ത. നിലവിൽ MLCCകളുടെ 60% നിർമ്മാണവും ജപ്പാനിലാണ്. എന്നാൽ വരും വർഷങ്ങളിൽ ഇത് 50%-ലേക്ക് കുറച്ച് മറ്റിടങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ചെന്നൈ ഇൻഡസ്ട്രിയൽ പാർക്കിൽ മുറാത്ത ഒരു പ്ലാന്റ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇവിടെ നിന്നും സെറാമിക് കപ്പാസിറ്ററുകൾ കയറ്റുമതി ചെയ്യാനാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെക് ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്ന റിലയൻസ് ജിയോ സ്മാർട്ട് TV ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൂടി കടക്കുന്നു. ഈ മാസം 21 മുതൽ പുതിയ സ്മാർട്ട് TV ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ജിയോ ടെലിൽ OS വിപണിയിലെത്തും.
രാജ്യത്ത് പരിധിയില്ലാത്ത ഡാറ്റകളും കോളുകളും കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിച്ച ജിയോ സ്മാർട്ട് ടി വി രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. സ്മാർട്ട് ടിവിക്കായി ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയാണ് ജിയോ ടെലി OS. ഇന്ത്യൻ വിപണിക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്താണ് ജിയോ ടെലി OS പുറത്തിറക്കുക. TV മാനുഫാക്ചേഴ്സിന് താങ്ങാവുന്ന വിലയിൽ തന്നെയാകും ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങുകയെന്ന് കമ്പനി വ്യക്തമാക്കി. ഇന്ത്യൻ ഉപയോക്താക്കളെ കൂടുതൽ വിനോദങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കുന്ന ജിയോ ടെലി OSനെ നെക്സ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോം എന്നാണ് ജിയോ തന്നെ വിശേഷിപ്പിക്കുന്നത്. ജനപ്രിയ OTT പ്ലാറ്റ്ഫോമുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ OSന് AI അധിഷ്ഠിതമായി പ്രവർത്തിക്കാനും കഴിയും. ഉപയോക്താക്കൾക്ക് മുൻഗണനകൾക്കനുസൃതമായി പുതിയ ഷോകളും സിനിമകളും കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. കാലക്രമേണ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുമെന്നും ജിയോ ടെലി OS അധികൃതർ അറിയിച്ചു. കൂടാതെ 4K സ്ട്രീമിംഗ് നൽകുന്ന രീതിയിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ റിമോട്ട് ഉപയോഗിച്ച TV ചാനലുകൾ, OTT ആപ്പുകൾ, ക്ലൗഡ് ഗെയിമിംഗ് എന്നിവയ്ക്കിടയിൽ മാറാൻ പോലും ഉപയോക്താക്കൾക്ക് കഴിയും. ജിയോ ടെലി OS നൽകുന്ന ആദ്യ TV ഫെബ്രുവരി 21 മുതൽ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.